ഈ മൺസൂൺ കാലത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് മത്തേരാൻ. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ ചെലവിൽ മത്തേരാനിൽ പോയിട്ട് വരാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു 2-3 ദിവസം മാറ്റിവെക്കാനുണ്ടെങ്കിൽ മത്തേരാനിലെ എല്ലാ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പറ്റും. വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച ഏഷ്യയിലെ ഒരേയൊരു സ്ഥലമാണ് മത്തേരാൻ. ഒട്ടനവധി വ്യൂ പോയിന്റുകളും നിരവധി വെള്ളച്ചാട്ടങ്ങളും മത്തേരാന്റെ കാഴ്ചകളിൽ ഭംഗി കൂട്ടുന്നു. ഒരു ഗൈഡിന്റെയും സഹായമില്ലാതെ മത്തേരാനിൽ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ എല്ലാ വ്യൂ പോയിന്റുകളിലേക്കും പോകുന്ന വഴികളും അതിൻ്റെ മാപ്പും ഓരോ ഏരിയയിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൺസൂൺ സീസണിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാഴ്ചകളുടെ പറുദീസയാണ് മത്തേരാൻ. ഇവിടെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ലഭ്യത വളരെ കുറവാണ്. പലയിനം സസ്യങ്ങളും നിരവധി ഫ്രൂട്ട്സുകളും കായ്കളാലും സമ്പന്നമാണ് മത്തേരാൻ. നിങ്ങളിവിടെ വരുമ്പോൾ ഇതൊക്കെ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അത് വേറൊരു ഫീലാണ്. കാഴ്ചകൾ വീണ്ടും തുടർന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. ഇവിടെ മൺസൂൺ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവിടെ 100 രൂപ കോട്ട് വളരെ ട്രെൻഡിങ് ആണ്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 100 രൂപ കോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മറ്റൊരു ഹൈലൈറ്റ് പോയിന്റിലോട്ടാണ്, മത്തേരാനിലെ റെയിൽവേ ട്രാക്ക്. ഇതുവഴിയാണ് മത്തേരാനിൽ നിന്നും അമാ ലോഡ്ജിലോട്ടും അമാ ലോഡ്ജിൽ നിന്നും മത്തേരാനിലോട്ടും വരുന്നത്. ഇവിടെയുള്ള ഏക റെയിൽവേ ട്രാക്കാണിത്. നിരവധി പേരാണ് മെയിൻ വഴി മാർഗമല്ലാതെ റെയിൽവേ ട്രാക്ക് വഴി അമാ ലോഡ്ജിലോട്ടും മത്തേരാനിലോട്ടും എത്തുന്നത്. ഇതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനെ അമാ ലോഡ്ജിൽ നിന്നും മത്തേരാനിലോട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 55 രൂപയാണ് ടിക്കറ്റ് എമൗണ്ട് വരുന്നത്. നിങ്ങൾ മത്തേരാനിൽ വരുവാണെങ്കിൽ ഈ ടോയ് ട്രെയിൻ യാത്ര എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. മൺസൂണിൽ ടോയ് ട്രെയിനിൽ മത്തേരാൻ കണ്ടു പോകുന്നത് വല്ലാത്തൊരു ഫീലാണ്. മൺസൂൺ ആയതുകൊണ്ട് തന്നെ നെരാലിൽ നിന്നും അമാ ലോഡ്ജിലോട്ട് ടോയ് ട്രെയിൻ സർവീസ് ഇപ്പോൾ ഇല്ല. പകരം അമാ ലോഡ്ജിൽ നിന്നും മത്തേരാനിലോട്ടും മത്തേരാനിൽ നിന്ന് അമാ ലോഡ്ജിലോട്ടും മാത്രമേ ടോയ് ട്രെയിൻ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് പെബ് ഫോർട്ട് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. അമാ ലോഡ്ജിൽ നിന്ന് നേരലോട്ട് പോകുന്ന റെയിൽവേ ട്രാക്ക് വഴി ഏകദേശം 2.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പെബ് ഫോർട്ടിലെത്താം. നിങ്ങൾ മത്തേരാനിലോട്ട് യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ പെബ് ഫോർട്ടിലെ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് വഴി കുറച്ചധികം ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗണപതിയുടെ പ്രതിമ കാണാൻ പറ്റും. അവിടെ തന്നെയുള്ള ഒരു വലിയ പാറയിൽ പണിതീർത്ത പ്രതിമയാണത്. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയാണ് പെബ് ഫോർട്ടിലോട്ടുള്ള വഴി. നമ്മളങ്ങനെ പെബ് ഫോർട്ട് ലക്ഷ്യമാക്കി വീണ്ടും നടന്നു തുടങ്ങി. നമ്മൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ മണ്ണിടിച്ചൽ. മഴ ആയതുകൊണ്ട് തന്നെ ട്രാക്കിലെ പലയിടങ്ങളിലും ഇങ്ങനെ മണ്ണിടിച്ചൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ റെയിൽവേ ട്രാക്കിന് തൊട്ടരികിൽ കാണുന്ന ഈ കവാടമാണ് പെബ് ഫോർട്ടിലോട്ടും ഗണപതി ടെമ്പിളിലോട്ടും പോകുന്ന വഴി. ഇവിടുന്ന് നേരെ താഴോട്ട് കുത്തനെയുള്ള ഇറക്കമാണ്. പെബ് ഫോർട്ടിലോട്ട് പോകുന്ന വഴി താരതമ്യേന കുറച്ച് അപകടം പിടിച്ച വഴികളാണ്. കുത്തനെയുള്ള വഴികളിലൂടെ ഇറങ്ങിയും പാറകൾ പിടിച്ചും വളരെ ചെറിയ വഴികളിലൂടെയൊക്കെ നടന്നു വേണം പെബ് ഫോർട്ടിലെത്താൻ. അങ്ങനെ കുറച്ചധികം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണാൻ പറ്റും. വലത്തോട്ട് പെബ് ഫോർട്ടും ഇടത്തോട്ട് ഗണപതി ടെമ്പിളും. മഴയാതുകൊണ്ട് തന്നെ പാറകളിലൊക്കെ നല്ല വഴുക്കലായിരുന്നു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ച് പെബ് ഫോർട്ടിൽ എന്തായാലും നിങ്ങൾ വരണം. ഇവിടുത്തെ കാഴ്ചകളും ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള വഴികളും നമുക്ക് തരുന്നത് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ മത്തേരാനിലെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ യാത്രാ വിശേഷങ്ങളുമായി കാണാം. ബൈ.